അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറുത്തല്ലാ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കറിയാം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസി ഏറ്റവും വലിയ രീതിയിൽ സന്തോഷിക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധ റജബ് മാസം. എന്നാൽ ഈ വീഡിയോ കാണുന്ന, ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വേദനകളുമൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നവരായിരിക്കും. എന്നാൽ ജീവിതത്തിലെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഒരു രക്ഷയുണ്ടായി ജീവിതത്തിൽ നല്ല സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ മാസമായ പെട്ടെന്ന് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷം ലഭിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ പെട്ടെന്ന് അതിന് ഫലം കിട്ടുന്ന ഒരു നല്ല പരിശുദ്ധമായ ഒരു മാസമാണ് റജബ് മാസം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ഞാൻ ഇന്ന് ഈ പറഞ്ഞു തരുന്ന ഈ സൂറത്ത് നിങ്ങൾ ഒരു ദിവസം മുടങ്ങാതെ എല്ലാ ദിവസവും നിങ്ങൾ ഈ റജബ് മാസത്തിൽ ഓതിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആവശ്യങ്ങളും നിറവേറ്റിത്തരുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, മറ്റുള്ള മാസങ്ങളെക്കാൾ വലിയ മഹത്വമുള്ള മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. അതുകൊണ്ട് തന്നെ മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റിനേക്കാൾ വലിയ ശിക്ഷയായിരിക്കും പരിശുദ്ധമായ റജബ് മാസത്തിൽ തെറ്റ് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകുക. പരിശുദ്ധമായ റജബ് മാസം അള്ളാഹുവും അള്ളാഹുവിൻ്റെ അടിമയും നേരിട്ട് സംസാരിച്ച ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ആദ്യ രാവിൽ ഒരു അടിമ അള്ളാഹു സുബ്ഹാനഹു തആലയോട് എന്ത് തന്നെ ഹലാലായ കാര്യങ്ങൾ ചോദിച്ചാലും അള്ളാഹു അത് തട്ടിക്കളയില്ല എന്ന് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു. മാത്രമല്ല, പരിശുദ്ധമായ റജബ് മാസത്തിൽ എല്ലാ രാത്രിയിലും എല്ലാവരും നിർബന്ധമായിട്ടും ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാഹുമ്മ അഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. ഈ ദിക്ർ നിങ്ങൾ എല്ലാ രാത്രിയിലും, റജബ് മാസത്തിലെ എല്ലാ രാത്രിയിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ചൊല്ലണം. ഇത് നിങ്ങൾ ചൊല്ലേണ്ടത് 70 പ്രാവശ്യമാണ്. ഈ ദിക്ർ നിങ്ങൾ റജബ് മാസത്തിലെ എല്ലാ രാത്രിയിലും 70 പ്രാവശ്യം നിങ്ങൾ ഇത് പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ എല്ലാ തെറ്റുകളും പുറത്തു തരികയും നിങ്ങൾക്ക് റഹ്മത്തിൻ്റെ വാതിലുകൾ തുറന്നു തരികയും ചെയ്യുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കാൻ കഴിയുന്നതാണ്. അതായത് പരിശുദ്ധമായ റജബിനെ വേണ്ടതുപോലെ ബഹുമാനിച്ച് ജീവിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരായിരിക്കും. അതോടൊപ്പം മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഒരു സുന്നത്ത് നോമ്പ് ആരെങ്കിലും ഒരാൾ നോറ്റാൽ 600 വർഷം നിരന്തരം നോൽമ്പ് നോറ്റതിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് എഴുതപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അത്രക്കും വലിയ കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പരിശുദ്ധമായ റജബ് മാസത്തിലെ ഓരോ അമലുകൾക്കും അല്ലാഹു നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ, നമ്മൾ റജബിലും ഷഅബാനിലും റമളാനിലും ധാരാളം അമലുകൾ ചെയ്യുന്നത് അധികരിപ്പിക്കണം. പ്രിയപ്പെട്ട മോമിനിങ്ങളെ, നിങ്ങൾ റജബ് മാസത്തിൽ ധാരാളമായിട്ടും അധികരിപ്പിക്കേണ്ട ഒരു സൂറത്താണ്, ഒരു ചെറിയ സൂറത്താണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. എല്ലാവർക്കും കാണാതെ അറിയുന്ന ഈ ചെറിയ സൂറത്ത് നമ്മൾ റജബ് മാസത്തിൽ, പരിശുദ്ധമായ റജബ് മാസത്തിൽ ധാരാളം നമ്മൾ പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വലിയ വിജയം നൽകും. മാത്രമല്ല, നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അത് നിറവേറ്റിത്തരും.
മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബൈത്തുൽ മുഖദ്ദസിൽ ജീവിച്ചിരുന്ന ഒരു പ്രായമായ ഒരു ഉമ്മയുണ്ടായിരുന്നു. എന്നാൽ ജീവിതത്തിൽ എല്ലാ വർഷവും പരിശുദ്ധമായ റജബ് മാസം കടന്നു വരുമ്പോൾ വലിയ ഒരു സന്തോഷമായിരുന്നു ആ ഉമ്മാക്കുണ്ടായിരുന്നത്. അങ്ങനെ ആ ഉമ്മ പരിശുദ്ധമായ റജബ് മാസം കടന്നു വന്നാൽ ആ റജബ് മാസത്തിൽ ഒരു ദിവസം മുടങ്ങാതെ എല്ലാ ദിവസവും 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുമായിരുന്നു. മാത്രമല്ല ആ ഉമ്മ എല്ലാ ദിവസവും മുടങ്ങാതെ 40 ഫാത്തിഹ സൂറത്തും ഓതുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആ ഉമ്മാക്ക് രോഗം പിടിപെടുകയും അവസാനം പരിശുദ്ധമായ റജബ് മാസത്തിൽ തന്നെ ആ ബഹുമാനപ്പെട്ട ഉമ്മ മരണപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ ഉമ്മ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് രോഗം പിടിപെട്ട് കിടക്കുന്ന സമയത്ത് സ്വന്തം മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഞാൻ ഈ മാസം തന്നെ ഞാൻ അള്ളാഹുവിലേക്ക് യാത്രയാകും. അതുകൊണ്ട് മോനെ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ഈ പഴകിയ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് എന്നെ കഫം ചെയ്ത് എന്നെ മറമാടണം എന്ന് ആ പൊന്നു മോനോട് ആ ഉമ്മ പ്രത്യേകം വസിയത്ത് ചെയ്തു പറഞ്ഞു. അതായത് പുതിയ വസ്ത്രമൊന്നും വാങ്ങിക്കൊണ്ട് എന്നെ കഫം ചെയ്യരുത്, എന്നെ എൻ്റെ പഴകിയ ഈ വസ്ത്രം ഉപയോഗിച്ച് മാത്രം കഫം ചെയ്താൽ മതിയെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്ത് ആ മകനോട് പറഞ്ഞു. എന്നാൽ ആ ഉമ്മ മരണപ്പെട്ട സമയത്ത് ഈ മകൻ ചിന്തിക്കുകയാണ്, എൻ്റെ ഉമ്മയെ ഈ പഴകിയ തുണി കൊണ്ട് കഫം ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് ഇന്ന് ഇല്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പുതിയ ഒരു കഫംപട വാങ്ങിക്കൊണ്ട് ആ ഉമ്മയെ നല്ല രീതിയിൽ കഫം ചെയ്ത് കബറടക്കുകയും ചെയ്തു. എന്നാൽ ഈ മകന് ഉമ്മയോടുള്ള വലിയ സ്നേഹം കൊണ്ട് പുതിയ കഫംപുട വാങ്ങിക്കൊണ്ട് ഉമ്മയെ കഫം ചെയ്ത് കബറടക്കിയതാണെങ്കിലും ആ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് ഈ മകനോട് വസിയത്ത് ചെയ്ത കാര്യം ഈ മകൻ തെറ്റിച്ചുകൊണ്ടാണ് ആ ഉമ്മയെ കബറടക്കിയത്. അങ്ങനെ അന്ന് രാത്രി ആ മകൻ സ്വപ്നത്തിൽ കാണുകയാണ്. ആ ഉമ്മ സ്വപ്നത്തിൽ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, മോനെ, ഞാൻ മരിക്കുന്നതിന് മുമ്പായിട്ട് പ്രത്യേകം വസിയത്ത് ചെയ്ത് പറഞ്ഞ കാര്യം നീ പാലിച്ചില്ല. ഞാൻ നിന്നോട് പറഞ്ഞത് എൻ്റെ പഴകിയ തുണി ഉപയോഗിച്ച് എന്നെ കഫം ചെയ്ത് എന്നെ മറമാടണം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നീ ചെയ്തത് പുതിയ ഒരു കഫംപുട വാങ്ങിച്ചാണ് എന്നെ കഫം ചെയ്ത് മറമാടിയത്. അതുകൊണ്ട് എൻ്റെ പൊരുത്തം നിനക്കില്ല എന്ന് ആ ഉമ്മ സ്വപ്നത്തിൽ ആ മകനോട് പറഞ്ഞു. അങ്ങനെ ആ ഉമ്മ പൊരുത്തമില്ല എന്ന് ആ മകനോട് സ്വപ്നത്തിൽ പറഞ്ഞപ്പോൾ ആ മകന് വലിയ വിഷമമായി. എന്നാൽ ആ മകന് വിഷമം സഹിക്കവയ്യാതെ വന്നപ്പോൾ ആ രാത്രി തന്നെ ആ മകൻ പള്ളിക്കാട്ടിലേക്ക് പോയി. അങ്ങനെ പള്ളിക്കാട്ടിലേക്ക് പോയിക്കൊണ്ട് ഉമ്മാൻ്റെ കബറ് കുഴിക്കാൻ തുടങ്ങി. ഉമ്മാൻ്റെ കബറ് കുഴിച്ച് തുറന്നു നോക്കുമ്പോൾ ഉമ്മാൻ്റെ മയ്യത്ത് ആ കബറിൽ കാണുന്നില്ല. അങ്ങനെ വലിയ അത്ഭുതത്തോടു കൂടി ഈ മകൻ ചിന്തിച്ചു, രാവിലെ മറമാടിയ മയ്യത്ത് രാത്രിയായപ്പോൾ കാണുന്നില്ല, എന്താണ് ഇത് സംഭവം എന്നുള്ള രീതിയിൽ വലിയ അത്ഭുതത്തോടു കൂടി ആ മകൻ നിന്നു. ആ സമയത്താണ് ഒരു അശരീരി കടന്നു വന്നുകൊണ്ട് ഈ മകനോട് പറയുന്നത്, ഓ സഹോദരാ, പരിശുദ്ധമായ റജബ് മാസത്തെ ബഹുമാനിക്കുകയും ധാരാളം സൂറത്തുകൾ പാരായണം ചെയ്യുകയും ചെയ്ത ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു തആല ഒറ്റയ്ക്ക് ഖബറിൽ കെടുത്തുകയില്ല. അവരെ ഖബറടക്കിയ ഉടൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിലേക്ക് മാറ്റുന്നതാണ് എന്ന് ആ മകനോട് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഉമ്മ പരിശുദ്ധമായ റജബ് മാസത്തെ വലിയ രീതിയിൽ ബഹുമാനിക്കുകയും ധാരാളം സൂറത്തുൽ ഇഖ്ലാസ് റജബ് മാസത്തിൽ പതിവാക്കുകയും ചെയ്തതുകൊണ്ടാണ് ആ ഉമ്മയെ അല്ലാഹു സുബ്ഹാനഹു തആല ഖബറിൽ ഒറ്റയ്ക്ക് കെടുത്താതെ സ്വർഗത്തിലേക്ക് മാറ്റിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഇഖ്ലാസ് പരിശുദ്ധമായ റജബ് മാസത്തിലും അല്ലാത്ത മാസത്തിലുമൊക്കെ ധാരാളം നിങ്ങൾ പതിവാക്കുക. അതുകൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയമാണ് നമുക്ക് ലഭിക്കുക. ദുനിയാവിലെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും
നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല അതുകൊണ്ട് നമുക്ക് നിറവേറ്റിത്തരും. അതുപോലെ തന്നെ മറ്റ് ഒരു സൂറത്തും കൂടി ഞാൻ പറഞ്ഞു തരാം. ഈ സൂറത്ത് നമ്മൾ റജബ് മാസത്തിലും അല്ലാത്ത മാസത്തിലുമൊക്കെ ഈ സൂറത്ത് ഓതിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് നമ്മൾ ഹലാലായ എന്ത് കാര്യം ചോദിച്ചാലും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല അത് നമുക്ക് നിറവേറ്റിത്തരും. മാത്രമല്ല ഈ സൂറത്ത് നമ്മൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഓതുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒരു ടെൻഷനോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ആ സൂറത്ത് ഏതാണ് എന്ന് അറിയണ്ടേ? പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വം നിറഞ്ഞ ഒരു സൂറത്തായ സൂറത്തുൽ ഫത്ഹ്. ഈ സൂറത്തുൽ ഫത്ഹ് എല്ലാ ദിവസവും മുടങ്ങാതെ ഓതുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഉണ്ടാവില്ല. അവരുടെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല. മാത്രമല്ല അവരുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് പെട്ടെന്ന് നിറവേറ്റി കൊടുക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ഈ സൂറത്തുൽ ഫത്ഹ് ഓതുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാക്കും. അപ്പോൾ അത്രക്കും വലിയ മഹത്വമുള്ള വലിയ പവറുള്ള ഒരു സൂറത്താണ് ഈ സൂറത്തുൽ ഫത്ഹ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ധാരാളം ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കുക. ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ സൂറത്ത് എല്ലാ ദിവസവും ഓതുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.